ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ കാലമായി വിചാരിക്കുന്നു നമ്മൾക്ക് എന്തെങ്കിലും ഇതാക്കുക എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്നുമില്ല. അപ്പം മീൻസ് കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന സംഭവങ്ങളില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് കാണാം. ഓക്കെ, ബൈ, കണ്ടിട്ട് വരാം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു മടിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നെ പറ്റുന്നോറും വിജയിപ്പിക്കാൻ നോക്കൂ. താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു ചെറിയൊരു തോട്ടം മാതിരി അമ്മമ്മ ഫ്ലവേഴ്സ് മീൻസ് ചെടികൾ വളർത്തുന്നുണ്ട്. അതും കാണാം. നമുക്ക് പോവാം. ചെടികൾ വളർത്തുക മീൻസ് കുറച്ച് ചെടികളുള്ളൂ. പിന്നെ കാണിച്ചു തരാം എല്ലാ ചെടിയും കാണിച്ചു തരാം. ഇത് കിണറ്. അതുപോലെ തന്നെ ഇതാണ് ചെടി അമ്മമ്മയുടെ. ഇതെന്തായിരുന്നു? മണി പ്ലാന്റ് അല്ല, വേറെ ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഉള്ളിലൊരു തുളസി മാറ്റൊരു ചെടി ഉണ്ട്. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇത് പറഞ്ഞ തുമ്പൻ്റെ മാറ്റത്തെ പൂവാണ്. പിന്നെ ഇത് മല്ലിപ്പൂവാണ്. പിന്നെ ഒരു ചെറിയ ചുവപ്പ് കളർ പൂവുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പൂ. പിന്നെ ഇവിടെ ഒരു പുല്ല് മാതിരി മുളച്ചിക്കണ ഒരു ചെടിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെടി ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി, എനിക്ക് ഫേവറേറ്റാണ്. പിന്നെ അതേമാതിരി ഒരു വയലറ്റ് കളർ ചെടിയുണ്ട്. തുളസി ഉണ്ട്, തെച്ചിപ്പൂണ്ട്. പിന്നെ വീട്ടിലത്തെ അമ്പലം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ കുറേ ഒരു അമ്പലം തന്നെയാണ് അത്. കുറേ ഇവിടെയല്ല ആണ്. നെക്സ്റ്റ് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ആ അമ്പലം കുടിച്ച്. നെക്സ്റ്റ് അടുത്തത് നമുക്ക് പോവാം. അടുത്തത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് പറയും. അടുത്തത് എന്ന് പറഞ്ഞാൽ വരാം. അടുത്തത് എന്ന് പറഞ്ഞാൽ മീൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുക ചോദിച്ചാൽ അങ്ങനെയല്ല, എന്നാലും എന്താ പറയുക, കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ തോട്ടമായിട്ട് ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ തോട്ടത്തേക്ക് പോവാം. ഇതാണ് അത്. കാണിച്ചു തരാം. ഇതാണ് അത്. കണ്ടില്ലേ? ഇവിടെ ആയിട്ടൊരു പേരക്കമരം. കുറേ പേരക്ക കിട്ടും നല്ല. പിന്നെ ഇവിടെ എന്താ പറയുക, കറി ലീഫ്. പിന്നെന്താ പിന്നെതാ മുളക്. ഇപ്പുറത്തും എന്തോ ചെടിയുണ്ട്. പിന്നെ അത് തെങ്ങാണ് കേട്ടോ. ഞങ്ങൾ തോട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇത് റംബൂട്ടാൻ. അവിടെ വെക്കണതും പപ്പായ മരം. ഇവിടെ വെക്കണ പപ്പായ മരം. ഇതും വലിയ പപ്പായ മരം. ആ നിൽക്കണ എന്താ പറയുക, മുരിങ്ങലയുടെ ഇല ഇല്ലേ, മുരിങ്ങലയുടെ മരമാണ് ആ നിൽക്കുന്നത്. പിന്നെ അത് മാവ്. ആ കാണുന്നത് മാവ്, ആ കാണുന്ന മുരിങ്ങലയുടെ ഇല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അമ്മമ്മയുടെ മുന്നത്തെ ആട്ടും കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ തോട്ടത്തിലേക്ക് പോവാം. തുറന്ന് ആ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലേ, ആ ഗേറ്റ് തുറന്നിട്ട് അപ്പുറത്തേക്ക് പോയാലാണ് തോട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരാം. ഞാൻ പറഞ്ഞിരുന്നു അപ്പച്ചൻ്റെ തോട്ടം കാണിച്ചു തരാം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് അപ്പച്ചൻ്റെ തോട്ടം. കണ്ടില്ലേ, കുറേ ഉണ്ട്. അവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ബൈ.